Hello guys, welcome back to Free Fire Part 17. Guys, ഈ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഒരു ലോൺ വുൾഫ്, ഒരു ക്ലാഷ് കോഡ്, പിന്നെ ഒരു എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബിയർ ഉണ്ട്. വണ്ടി ആയിരുന്നല്ലേ, ഞാൻ പക്ഷേ രണ്ടാൾക്കാർ കാണുന്നു. ഓപ്പണിൻ്റെ പേര് ചിപ്പ്. പിന്നുള്ള നമ്പേഴ്സൊക്കെ. അപ്പോൾ അവൻ ഗ്രോസ് എടുത്ത്, ഗ്രോസ് ഡെസേർട്ടികളും പൊളിച്ചല്ലോ. നമുക്ക് ഈ എന്തോ പാസ് ചെയ്യുന്നതൊക്കെ തോന്നി. ഗായ്സ്, അവൻ അവൻ എന്തോ ഫ്രണ്ടിൽ കയറി ഗ്ലൂ വാളിട്ട് അവൻ അടി വന്നത് കണ്ടു തോന്നില്ല. സൈഡിൽ ഗ്രോസ് നൈസ് തന്നെയാണ് ഗൈസ്. എന്നാലും അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല ഈ വഴിയിൽ പോവാം. ഗൈസ്, എനിക്ക് ഗ്ലൂ വാൾ വെക്കാൻ പറ്റിയില്ല. ഒരു ഗ്ലൂ വാളിൻ്റെ മണ്ടയ്ക്ക് വേറൊന്നും വെക്കാൻ പറ്റത്തില്ല അല്ലേ ഗൈസ്? അങ്ങനെ ഫ്രണ്ടാക്കാൻ പറ്റുമോ നോക്കി വെക്കാം. കാരണം ഗൈസ്, അവനെ ഫ്രണ്ടാക്കാൻ നോക്കുന്ന അങ്ങനെ അത് എനിക്ക് ഫ്രണ്ടാവും നോക്കാം. പൊട്ടനാ കാണിച്ചില്ലേ? അവൻ അറിയത്തില്ല അത് പൊട്ടൻ. ഇനിയിപ്പം ഞാൻ ഫ്രണ്ടാക്കാൻ ചോദിച്ചില്ലടാ, എന്നിട്ട് വേണ്ട അവന്, അതുകൊണ്ട് അടിച്ചു നിന്ന്. അവനെ എനിക്ക് പണ്ട് അറിയത്തില്ലായിരുന്നല്ലോ ഗൈസ്. കഴിഞ്ഞ വീഡിയോ ഇട്ട എന്തോ ആണ് എല്ലാവരും ബ്രോ കമൻറ്റ് ചെയ്തു. പിന്നെ ഔറ DP എന്നുള്ള ഇതൊരു വേറൊരു യൂട്യൂബർ വന്ന് ചെയ്ത് ഓനെന്തേ ഇതുകൊണ്ടാ അവൻ അവിടെ കയറി അതുകൊണ്ടാ വരുന്നവൻ. അവൻ ഞാൻ ചെയ്യാൻ നോക്കി. ശരി, ഫ്രണ്ട് ആക്കായിരുന്നു. എന്നാലും ഒരു കാര്യം കൂടെ അവൻ കാണിക്കുന്നു നോക്കാം ഗൈസ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഗൈസ് ഈ വീഡിയോ നമുക്ക് ക്ലാഷ് കോഡ് ചെയ്യുന്നില്ല, നമുക്ക് അതിന് പകരം ബിയർ റാങ്ക് ചെയ്തിട്ടൊന്ന് എൻഡ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ അകത്തിൽ മെഷീൻ ഗൺ കണക്കുള്ള സാധനം ഉണ്ടല്ലോ, അതില്ല. P90 എടുത്ത് ബ്രോ എടുത്ത് അവ ഒന്നും ചെയ്തില്ലേ? നമ്മൾ ഗ്രാനേഡ് എറിഞ്ഞാലോ? ഇതുവരെ ഞാൻ ഗ്രാനേഡ് എറിഞ്ഞില്ല. പറഞ്ഞത് അവൻ്റെ MP5 ഇരിക്കുന്നു കേസ്. അവൻ എന്തോ അവിടെ പോയി ഇതിട്ട് കുഴപ്പമില്ല, ഞാൻ ജയിച്ചിരിക്കുന്നു. അടുത്ത ബിയർ റാങ്ക് കളിക്കാം ഗൈസ്.
അവനെ ഫ്രണ്ട് ആക്കേണ്ട കാര്യമില്ല, വലുതായിട്ട് അറിയത്തില്ല. സിപ്പ് ആരെങ്കിലും കളിക്കുന്നുണ്ടോ? ഞാൻ കളിക്കുന്ന ടൈമിൽ എസ്കേപ്പ് പച്ചു ക്ലാഷ് കോഡ് 0 minutes. ഇപ്പം ബ്രോ ഉണ്ടായിരുന്നു. ഇൻ ടീം റാസിൻ, ഇൻ ടീം ബുറാവാർത്തട്ട്, ഇൻ ടീം. ഇപ്പം റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പം ആരെങ്കിലും റിക്വസ്റ്റ് ഇടുമോ എന്നറിയില്ല കളിക്കാൻ വേണ്ടി. നമുക്ക് ക്ലാഷ് കോഡ് എടുത്താലോ ഗൈസ്? എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ബ്രോ എസ്കേപ്പ് അച്ചു എന്നുള്ളൊരു ബ്രോ ഇപ്പോൾ എടുത്തായിരുന്നല്ലോ. ആ ബ്രോയിനെയും കൂടെ കറക്റ്റ് സമയത്ത് കയറിയായിരുന്നെങ്കിൽ. അത് മിസ്സായി ഗൈസ്. കുഴപ്പമില്ല. ആ ടൈമിൽ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാഷ് കോഡ് കയറിയ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച ഗൈസ്, ഇവിടെ എന്തോ ഹോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന മണ്ടയ്ക്ക്, GT മണ്ടയ്ക്ക്. എന്തിനാണ് ഗൈസ്? അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. USB അല്ലേ വേണ്ട, GT ഗൈസ്. ഈ G18 USBക്കാണോ പവർ കൂടിയത്? G18 തോന്നുന്നു. കാരണം അവൻ മണ്ടക്കീന്ന് അടിച്ചാ ഏതുകൊണ്ടത്? അടിച്ച് എന്നെ ഇപ്പം കില്ലിയവൻ. അവിടെ എന്തോ ഒരു ഗൺഫയർ എടുക്കും. ഗൈസ് എന്നെ സൈഡിൽ നിന്ന് വെച്ചിട്ട് പിന്നെ കൊല്ലല്ലേ What the hell? ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ M500 വേണ്ട ഗൈസ്. നമുക്ക് ആ ബ്രോ എന്തായാലും ഇല്ല. നമുക്ക് ടൈം കളയണ്ട ഗൈസ്. നമുക്ക് BR റാങ്ക് തന്നെ കളിക്കാം. ആ ബ്രോ ഇപ്പോഴും ഉണ്ടോ? ക്രിയേറ്റീവോ എന്തുവാ മാർക്കോ? പക്ഷെ അവരാരും ഇപ്പം റിക്വസ്റ്റ് ഇട്ടാറ് എനിക്കിടാൻ അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇട്ടേനെ ഉള്ളവർ. എപ്പോൾ കളിച്ചാലും ആരെങ്കിലും ഓൺലൈനിൽ കാണും ഗൈസ്. ഓൺലൈൻ അല്ലെങ്കിൽ എനിക്ക് ക്ലാഷ് കോഡ്. പിന്നെ ഗൈസ് നമ്മുടെ ഔറ DB ഉണ്ടല്ലോ ഗൈസ്, സൈതാമ എമിറ്റ് പ്രൊഫൈൽ കാണിക്കാൻ പറഞ്ഞായിരുന്നു ഗൈസ് ചാനലിൽ. കാണിച്ചിട്ടുണ്ട് ബ്രോ. ലെവൽ 47,827 ലൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ ഇവിടെ ഇറങ്ങും. പീക്കിൽ പോകുന്ന ഡേഞ്ചറൈസ്. നമുക്ക് ക്ലോക്ക് ടവർ അവിടെയും വേണ്ട. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇറങ്ങാം ഗൈസ്. പോച്ചിനോക്ക് എന്നുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എനിമീസൊന്നും കാണാനില്ല. നമുക്ക് ഇവിടെ നിന്ന് നേരെ പീക്കിലോട്ട് പോയാലോ എന്നൊരു തോന്നുന്നു. അല്ല അത് തന്നെ, പീക്കിലോട്ട് പോയാലോ ഗൈസ്. പക്ഷെ ഒരു വെപ്പണും കൂടെ നമുക്ക് ഒന്നല്ല ഒരു വാളോ വല്ലതും എടുക്കാം. പിന്നെ ചെറിയ പിസ്റ്റലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൈപ്പ് ഷോട്ട് ഗൺ ഉണ്ടല്ലോ, അതോ വല്ലതും എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷെ എടുക്കാൻ വേണ്ടി ആ സംഭവം ഇല്ല, കാണുന്നില്ല. എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്നിട്ട് നമുക്ക് നേരെ പീക്കിലോട്ട് പോവാം. അത് MP2B നല്ല കണ്ണ കേസ് ഇത്. ഇനി നമുക്ക് വേണമെങ്കിൽ നേരെ ഒന്ന് പോകാം കേസ്. മറ്റേ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു സ്നൈപ്പർ ഉണ്ടല്ലോ, അപ്പം വലിയ സീനില്ല. കേസ് എനിമി കൊന്ന് അവനവിടെ ഹീലിംഗ് അടിച്ചുകൊണ്ടിരിക്കുക. അല്ല അവൻ്റെ ഇതുണ്ടായിരുന്നു ശരി. അവൻ പക്ഷെ എന്നെ വെടി വെച്ചില്ല. ഇങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു സ്പീക്കർ. അത് പീക്കല്ലേ? ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ഒരു മിനിറ്റ് പോലും ഓടിയില്ല. അതിന് മുമ്പേ പീക്കെത്തി. ഇത് പീക്കല്ലേ? അതുകൊണ്ടാണ് പീക്ക്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ആരൊക്കെ കാണും, എങ്ങനത്തെ പ്ലേസ് ആയിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. ഇനി കയറിയെന്ന് അടിക്കുക.
അവന്മാർ എന്നെ അടിക്കും, ഞാൻ അവന്മാരെ അടിക്കുന്നു കാണാം ഗൈസ്. പിന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരെല്ലാവരും ചെയ്യുക. നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് അടിക്കാറായി ഗൈസ്. എന്നിട്ട് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ഗൈസ്, ഞാൻ സൗണ്ട് കേട്ട് ചെറുതായിട്ട് ഒരുത്ത അങ്ങോട്ട് ഓടുന്നുണ്ട്. അത് ഇനി അമ്മ ട്രാപ്പ് അല്ല, ഒറ്റ ആളായിട്ടല്ലേ കളിക്കുന്നത്, അപ്പോൾ ട്രാപ്പ് എന്തായാലും വരത്തില്ല. അതുകൊണ്ട് എസ്കേപ്പ് അടിച്ച് അല്ല എനിക്ക് അതാരാ അനിമിയ. ഷിറ്റ്. അത് ശരിക്കുള്ളൊരു പ്ലെയറാ. 2 എണ്ണം ഉണ്ട്. പെടുവെന്നറിയില്ല. 2 പേരും കൂടെ ഒരുമിച്ച് കയറി അടിച്ചാൽ കത്തം. ഓ മൈ ഗോഡ്. പൊട്ട പേടിപ്പിക്കല്ലേ. പീക്ക് എന്ത്? ഷിറ്റ്. ബാക്കിലും അടി വരുന്നുണ്ട്. അടിക്കണ്ട. അടിച്ചാ ഇവൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ഗൺസൊക്കെ ഉണ്ട്. ഇനി ആരും ഇല്ല. അയ്യോ, അപ്പോൾ പീക്ക് ഇവിടെ. ആ പീക്ക് തൊട്ടടുത്തുണ്ട്. ഇതല്ലേ പീക്ക്. ഞാൻ പീക്കിൻ്റെ അടുത്ത് നിന്നിട്ട് പീക്ക് ഇവിടെയാണെന്ന് ഞാൻ നോക്കും. അവിടെ നിന്ന് അടി വരുന്നുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതാ. അത് വെച്ചാൽ അവന് നല്ല ഡാമേജ് കിട്ടിയിരിക്കുന്നു. എൻ്റെ അടുത്ത വേറൊരു പ്ലെയറും കൂടെ അവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷെ അവന് നല്ല ഡാമേജ് ആവും. ഒന്നെങ്കിൽ ഹെൽത്ത് അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കും. എന്നെ എനിക്ക് ഉറപ്പ് അവൻ എന്തായാലും എന്നെ കണ്ടു കാണും ഗൈസ്. സ്കാറ്. അവിടെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇപ്പം എന്തോ ചെയ്യാം. അടിച്ച് ഞാൻ ചത്തെന്ന് പറഞ്ഞാൽ മതി. ശരി ഗൈസ്, ഞാൻ ഒരു വലിയൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. എന്നാന്ന് വെച്ചാൽ അവിടെ ഒരുത്തം നിന്നില്ലേ സൈഡിലോട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ കയറി നിൽച്ചു. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ട് പൊട്ടം പോയി. അവൻ എന്തായാലും ഇപ്പോൾ മറ്റവനെ ചാവും തോന്നുന്നു ഗൈസ്. മറ്റവരവനെ അടിച്ചില്ല. എന്ത് പരിപാടി ഗൈസ്. എന്നെ അടിച്ചു മറ്റേ, എന്നിട്ട് ഇവനെ അടിച്ചില്ല. ശേ, കുഴപ്പമില്ല ഗൈസ്. നമ്മൾ സിൽവർ 3rd ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടുത്തായിട്ട് ഒന്നുകൂടെ ക്ലാഷ് കോഡ് ഒന്ന് കളിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കളിക്കാം. ഇനി സോറി ക്ലാഷ് കോഡ് എടുക്കാം ഗൈസ്.
ഇതിനകത്ത് മലയാളി ആരെങ്കിലും എനിക്ക് ഉള്ള രീതി തോന്നുന്നില്ല. തൽക്കാലം നമുക്ക് ഇട്ടെടുക്കാം. ഇത്ര മതി. എന്തോരു ഫുഡ് എന്ത് ചെയ്യവൻ ട്രാപ്പ് ഇട്ടാണോ? ഒരുത്തൻ അവിടെ ഉണ്ട്. ചേസ് ആർക്കാ അപ്പം ഹൈ സ്കോർ? ഞാൻ വിചാരിച്ചു എനിക്കറിയുന്നത് മിസ് 2000 കോയിൻസ് ഇരിപ്പുണ്ട്. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഗണ്ണ് മേടിക്കാം. ഏത് മേടിക്കും? തൽക്കാലത്തേക്ക് എനിക്ക് M590. അപ്പോൾ ഒരു കാര്യം ഇതും കൂടെ മേടിക്കാം. എന്താ ഇത് ബ്ലാസ്റ്റ് ആവുന്നെങ്കിൽ നല്ല കണ്ണായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിമി അത് എൻ്റെ കയ്യിൽ പോയതാണോ? എനിമീസ് തോണ്ട വന്നു. പക്ഷേ അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടാണ്, പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇതും കൂടെ എടുക്കാം. വേറൊന്നും എടുക്കാൻ വേണ്ടി 5 കാശില്ലേ? അല്ല റിക്വസ്റ്റ് ഇടാലോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അവന്മാർ നല്ല ഗണ്ണെടുത്ത് കാണും. അവിടെ ഓപ്പണുണ്ട്. അവിടെ ഇവനെ അടിക്കാൻ നിൽക്കണം. എന്നെ കൂട്ടത്തോടെടുത്തടിക്കുന്നോ? എന്ത് ധൈര്യമാണോ നിങ്ങൾക്ക്? പിന്നല്ലേ എല്ലാം കുറേ എണ്ണത്തിനെ അടുപ്പിച്ച് വിളിച്ച്. ഇപ്പം നല്ല രീതിയിൽ കാശുണ്ട് ഈസ്. നമുക്ക് എന്താ വെച്ചെടുക്കാം. ഈ കണ്ണ് മാറ്റണ്ട ഈസ്, അതാ നല്ലത്. ഇത് നല്ല പവറൊക്കെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല കണ്ണ്. ഡ്രാഗൺ സ്പിൻഡേഴ്സ് മേടിച്ചേക്കാം. കൊടുത്ത് ഒരിടത്ത് റിക്വസ്റ്റ് ഇട്ടായിരുന്നു. എനിക്ക് എപ്പോൾ റിക്വസ്റ്റ് എടുത്താലും ആൾക്കാർ എനിക്കെന്തിനാ പീണേണ്ടി? വലിയ ഗുണമൊന്നുമില്ല എൻ്റെ ഇരിപ്പിരിക്കുന്ന ഒരു സാധനത്തിന്. വലിയ ഹൈറ്റിൽ ചാടുന്ന രീതി തോന്നുന്നില്ല. എനിക്ക് P90 വേണ്ടായിരുന്നു ഗൈസ്. അറിയാതെ എന്തോ എടുത്തയാ. ഞാൻ കണ്ടില്ല. എൻ്റെ കൈ തട്ടി ബട്ടൺ പോയതാ. ഞാൻ അവനെ വെടിവയ്ക്കാൻ വേണ്ടി ബട്ടൺ നോക്കി എൻ്റെ കൈ തട്ടി ഇരിക്കുന്ന കിടക്കുന്ന ഘട്ടം. ഞാൻ വിചാരിച്ചു അവനെ 1 ടാപ്പ് അടിച്ച് കൊന്നു. പെട്ടെന്ന് തന്നെ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു 1 ടാപ്പ് അടിച്ച് കൊന്നു. പേടിച്ചു പോയി.
ശ്ശേ. ഈ കളിക്ക് അമ്മമാർ ജയിക്കും തോന്നുന്നു ഗൈസ്. രണ്ടാൾക്കാരുണ്ട്, എന്തായാലും ജയിക്കത്തില്ല. ടീംമേറ്റ്സ് ഉണ്ടല്ലോ. ഇനി ഒട്ടും ചാൻസ് ഇല്ല, ചിലപ്പോഴേ ജയിക്കത്തുള്ളൂ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും നോക്കട്ടെ. ഇനി അവൻ ആരെയും സേവ് ചെയ്യുന്നില്ല. പക്ഷെ അവനെ സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, അവിടെ മൊത്തം എനിമീസ് അല്ലേ. പൊളി 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 ബൂയ, ജയിച്ച് നമ്മൾ. അപ്പോൾ ഇന്നത്തേക്ക്